നമ്മുടെ നായകൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവിടത്തേക്ക് ഒരുപാട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ സമൂഹത്തിന് പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പാൻ, രോഗികൾക്ക് ഒരു സഹായമാകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പവിത്രമായിരിക്കുന്ന റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ആനായിരിക്കുന്ന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയാണ്, മൂസാ, ഞാൻ എന്റെ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് 2 നൂറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നൂറ് റമളാൻ, റമളാനിന്റെ നൂറാണ്. മറ്റൊന്ന് നൂറുൽ ഖുർആൻ, ഒന്ന് ഖുർആനിന്റെ നൂറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമളാനിന്റെ നൂറ് നമ്മിലേക്ക് വരുമ്പോ എന്തൊക്കെ പുണ്യപ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയമായ വേദികളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുക, ഇൽമിന്റെ മജ്‌ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, മൻ ഹദറ മജ്‌ലിസുൽ ഇൽമി ഫി റമളാൻ കതബല്ലാഹു തആല ബികുല്ലി ഖദറിൻ ഇബാദത സനാ. പവിത്രമായ റമളാനിൽ നമ്മൾ ഓരോ മജ്‌ലിസ് കേൾക്കുമ്പോഴും യൂട്യൂബിലൂടെ ഓൺലൈനിലൂടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തി ഒരു ആത്മീയമായ വേദിയിൽ സംഘടിക്കുമ്പോ, അവിടെ പങ്കെടുക്കുമ്പോ 1 വർഷത്തെ ഇബാദത്ത് അല്ലാഹു അവന് എഴുതപ്പെടുകയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ സഹോദരാ, മൻദാമൽ ജമാഅ, നമ്മുടെ വീടുകളൊക്കെ ജമാഅത്തുകൾ നടക്കട്ടെ. എന്റെ സഹോദരി തന്റെ മക്കളെ കൂട്ടിയിട്ട്, തന്റെ വീട്ടിലുള്ള കുടുംബങ്ങളെ കൂട്ടിയിട്ട് വീട്ടിലൊരു ജമാഅത്ത് നടക്കട്ടെ. തന്റെ മക്കളെ പുറകിൽ നിർത്തി, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പെൺമക്കളുണ്ട്, ഇമാം നിൽക്കാൻ പറ്റുന്ന മക്കളുണ്ട്, അവർക്ക് ചെറിയൊരു പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ ജമാഅത്ത് നടത്തുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻദാമൽ ജമാഅ, ഒരാൾ ജമാഅത്ത് നിർബന്ധമാക്കിയാൽ അവനെന്താ പ്രത്യേകത എന്നറിയുമോ? അല്ലാഹു അവന് ഓരോ റക്അത്തിനും വലിയ പദവികൾ അവർ നൽകുകയാണ്. ബികുല്ലി റക്അത്തിൻ മദീന തംലഉ മിൻ നിഅമില്ലാഹി തആല. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്റെ വീട്ടിലേക്ക് വരാൻ, തന്റെ ജീവിതത്തിൽ വരാൻ, കുടുംബത്തിന് ബർക്കത്തുണ്ടാവാനും വീട്ടിൽ ജമാഅത്ത് നിത്യമാക്കിയാൽ അത് കഴിയുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. വീണ്ടും തുടർന്നു, മൻ ബർറ വാലിദൈഹി, എടോ ഈ റമദാനിൽ നിനക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടാകട്ടെ. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ? എങ്കിൽ ആ ഉപ്പാക്ക് നീ ഒരു ഗുണം ചെയ്തോ, തന്റെ ഉമ്മാക്ക് ഗുണം ചെയ്തോ. ആ ഉമ്മാക്ക് ചെയ്യുന്ന ഗുണമുണ്ടല്ലോ, ആ ഗുണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാറ്, അവർക്ക് എന്താ ഗുണമെന്നറിയുമോ? ആ വ്യക്തിക്ക് റമളാനിൽ തന്റെ ഉപ്പയോട് നല്ലൊരു സംസാരം സംസാരിച്ചാൽ അനകഫീലുഹു ഫിൽ ജന്ന. തന്റെ വൃദ്ധയായ ഉപ്പയുണ്ട്, പെരുന്നാൾക്ക് പോകും, ടെക്സ്റ്റൈൽസിൽ പോകും, മക്കൾക്കെല്ലാവർക്കും ഡ്രസ് എടുക്കും, ഭാര്യക്ക് ഡ്രസ് എടുക്കും. പക്ഷേ അവിടെ ഉപ്പാക്ക് എങ്ങോട്ടും പോകാനല്ലോ, ഉപ്പാക്ക് വിരുന്നൊന്നും പോകാനല്ലോ, ഉമ്മാക്ക് എങ്ങോട്ടും പോകാനല്ലോ. എന്റെ സഹോദരി, ഭർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക്, തന്റെ ഭർത്താവിനോട് ഉപദേശിക്ക്, അല്ലയോ ഭർത്താവേ, എനിക്ക് നിങ്ങൾ ഡ്രസ് എടുത്ത് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങളുടെ ഉമ്മാക്കായിരിക്കട്ടെ ഈ പെരുന്നാക്കൊരു ഡ്രസ്, നിങ്ങളുടെ ഉപ്പാക്കായിരിക്കട്ടെ ഈ പെരുന്നാക്കൊരു ഡ്രസ്. അങ്ങനെ പറയുന്ന ഭാര്യ, അതാണ് തന്റെ ഭർത്താവിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യഥാർത്ഥമായ സ്നേഹം, അതായിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാതെ, മൻ ബർറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് ഒരാൾ ഗുണം ചെയ്തു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയാതെ ആരാണ് ജാമ്യം നിൽക്കുന്നതെന്നറിയുമോ? അനകഫീലുഹു ഫിൽ ജന്ന.
ഇതൊരു ജാമ്യക്കാരൻ, ഇതുപോലൊരു ജാമ്യക്കാരൻ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല, ഈ പ്രപഞ്ചത്തിൽ ലഭിക്കാനില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ അവർക്ക് ജാമ്യം നിൽക്കും, അവർ സ്വർഗം ലഭിക്കും, അവർ സ്വർഗത്തിൽ കിടക്കുമെന്ന് ഞാനാണ് ജാമ്യക്കാരനാണെന്ന് മദീനയിലെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം ഒന്നുകൂടി കൂട്ടിയെഴുതി വായിച്ചുകൊണ്ട് ആ ഹദീസിന്റെ അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിന് വിരാമം കുറിക്കുകയാണ്. പല വീടുകളിലും ഇന്ന് പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നമാണ്. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട. എന്റെ സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ ഒരുപക്ഷെ ഒരു സഹോദരി പല മസ്ലഹത്തുകളും പങ്കെടുക്കുമ്പോ അവളെ സഹോദരങ്ങളും പരാതി പറയാറുണ്ട്, ഉസ്താദേ എന്റെ യൗവനം നഷ്ടപ്പെട്ടു, പ്രവാസ ലോകത്തായിരുന്നപ്പോ ഭർത്താവിന്റെ കാശ് ഒരുപാട് അടിച്ചു മാറ്റിയ സഹോദരിയാണ്, എത്ര കൊടുത്താലും തികയാത്ത സഹോദരിയാണ്. ഇന്ന് ഭർത്താവിനൊരൽപ്പം സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, ഷുഗർ വന്ന് ആരോഗ്യം ഒരൽപ്പം ക്ഷീണിച്ചിട്ടുണ്ട്. പൊന്നു പെങ്ങളെ, സ്വർഗം നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ അയ്യും റാത്തിൻ ഹദത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. മോളെ, നിനക്ക് സ്വർഗം വേണോ? ഭർത്താവിന്റെ തൃപ്തി ഏറ്റവും പ്രധാനമാണ്, ഭർത്താവിന്റെ ഇഷ്ടം നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നൂറേ ഹബീബിയുടെ ആത്മീയ മജ്‌ലിസിൽ സംഘടിപ്പിച്ച ഇവിടെ പങ്കെടുത്ത സഹോദരിമാരോട് ഒരു വസിയത്ത് എന്നോളം പുണ്യനബിയുടെ ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സഹോദരി, ഭർത്താവിനോട് പിണങ്ങല്ലേ, ഭർത്താവിന്റെ സന്തോഷമാണ് നിന്റെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമെന്ന് ഹബീബായ റസൂലുള്ള പഠിപ്പിക്കുമ്പോ ആ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. റമദാനിൽ തന്റെ ഭർത്താവ് അന്യന്റെ ജോലി ചെയ്തുകൊണ്ട്, വെയിലുകൊണ്ട്, വിയർത്തൊലിച്ചുകൊണ്ട്, കട്ടപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ക്ഷീണത്തോടെ കയറി വരുമ്പോ ഒരു പുൻവിരി കൊടുത്ത്, ഒരാശ്വാസം കൊടുത്ത് ആ ഭർത്താവിനെ നോമ്പ് തുറക്കാൻ എന്ത് ഭക്ഷണമാണോ വേണ്ടതെങ്കിൽ അത് പാകം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, എന്തേ ഭർത്താവിന് നീ ചെയ്ത ആ ഖിദ്മത്തിന്റെ പ്രതിഫലം എന്തെന്നറിയോ? ലാ വൈല വലാ സവാബു മറിയം ആസിയ. ഭാര്യയായിരിക്കുന്ന ആസിയായുടെ പ്രതിഫലം നിനക്കുണ്ട്. ഖുർആൻ പേര് പറയപ്പെട്ട മറിയമിന്റെ ഫലം നിനക്കുണ്ട്. അത് ലഭിക്കാൻ നിന്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കൂടി പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം അലി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അലി തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഫാത്തിമ ബീവി നല്ല വസ്ത്രം ധരിച്ചു, നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവിനെ സ്വീകരിക്കുകയാണ്. എന്റെ സഹോദരി തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് ഒന്ന് വരുമ്പോ ആ കടമൊന്ന് തുറന്നു കൊടുത്ത് അവരുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി വെച്ച് ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചാൽ ആ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ തേടി പോകില്ല. ആ ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സഹോദരിക്കിടമില്ല. എല്ലാ സമയത്തും നീയാണ് അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന ഹൂറുൽ ഈൻ, അത് നീയാണ്. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി തങ്ങളെ വരവേൽക്കുകയാണ്. പുഞ്ചിരിയോടെ അലി തങ്ങളെ വരവേൽക്കുമ്പോ അലി തങ്ങളെ ചോദിക്കുന്നു, ഫാത്തിമ എന്താണ് ഇത്ര വലിയ സന്തോഷം? തന്റെ പിതാവ് വല്ല ഗിഫ്റ്റും തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ആഘാതമുണ്ടോ? എന്തെങ്കിലും സന്തോഷമുണ്ടോ? എന്തെന്നില്ലാത്ത സന്തോഷം ഫാത്തിമ ബീവിയുടെ മുഖത്ത് കാണുമ്പോ അലി തങ്ങൾ ചോദിച്ചു. ഫാത്തിമ ബീവി അപ്പോഴും ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കിയിട്ട് തന്റെ ടേബിളിലേക്ക് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അലി തങ്ങൾ ക്ഷണിക്കുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി തങ്ങളെ ഇരുത്തിയിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എങ്ങനെ ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കാതിൽ ചോദിക്കുകയാണ്, അല്ലയോ ഭർത്താവേ, എനിക്ക് മദീനയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിനെയാണ് എനിക്ക് എന്റെ പിതാവ് തന്നിരിക്കുന്നത്. എനിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്
ഫാത്തിമക്ക് അലി തങ്ങൾ വളരെ വിഷമിച്ചു പോയി. എന്തായിരിക്കും ആ ആഗ്രഹം? അവസാനം ഫാത്തിമ ബീവി തന്റെ കാത്തിന്റെ ചുണ്ടുകൊണ്ട് അലി തങ്ങളെ കാതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഫാത്തിമ ബീവി പറയാണ്, അലിയേ, നമ്മൾ ഒരുപാട് വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ പാവപ്പെട്ട ഫാത്തിമക്ക് ഒരാഗ്രഹമുണ്ട്. അതെന്താണെന്നറിയുമോ? ജീവിതത്തിന്റെ ഒരുപാട് നിമിഷങ്ങളിൽ ഭർത്താവിനോട് എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാഫല്യമാകുന്നതിൽ വീഴ്ച വരുത്തിയപ്പോ ഭർത്താവിനെ ആക്ഷേപിച്ച സഹോദരി, ഭർത്താവിന്റെ കുറവുകൾ കണ്ടെത്തുന്ന സഹോദരി ഫാത്തിമ ബീവി അലി തങ്ങളെ കാതിൽ മന്ത്രിച്ചതെന്നറിയുമോ? ഏതൊരു പാവപ്പെട്ട സഹോദരിക്കും ഏതൊരു പാവപ്പെട്ട ഭർത്താവിനും സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അലിയേ, അങ്ങയുടെ കൈ കൊണ്ട് ഒരു ഭക്ഷണം എന്റെ വായിലേക്കൊന്ന് വെച്ചു തരുമോ അലി? സന്തോഷത്തോടെ അലി തങ്ങളുടെ മനസ്സിലിതാ സന്തോഷങ്ങൾ ഇങ്ങനെ ആടി പടരുകയാണ്. പ്രവാചകന്റെ പുന്നാരമോൾക്ക് ഒരു ഭക്ഷണം തന്റെ കൈകൊണ്ട് ഉരുട്ടി കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ. അലി തങ്ങൾ തന്റെ കൈകൊണ്ട് എല്ലാവരും ഭക്ഷണം എടുത്തുകൊണ്ട് ഫാത്തിമ ബീവിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ